ജബൽ അലിയിൽ നടന്ന സ്ഫോടനവുമായി ഹൂത്തികൾക്കോ ഇറാനിനോ പങ്കില്ലെന്ന പ്രസ്താവന അവരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുറത്തു വന്നു. പല തരത്തിലാണ് ഈ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയാണ് ഇത് ആഘോഷിച്ച് ആനന്ദിച്ച് കൊണ്ട് നടക്കുന്നത്. നടന്നിരിക്കുന്ന സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട സമഗ്രമായിരിക്കുന്ന അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര വാർത്താ മാധ്യമങ്ങളിലും മീഡിയകളിലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സമ്മിശ്ര പ്രതികരണമാണ്. ഏത് തരത്തിൽ എങ്ങനെ എന്നതിനെക്കുറിച്ചുള്ള യാതൊരു കൃത്യതയും ഒരു വിവരണങ്ങളും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഒരുപാട് ദുരൂഹതയും സന്ദേഹങ്ങളുമുള്ള തരത്തിലാണ് ഈ സ്ഫോടനം നടന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അഥവാ 20 മിനിറ്റിനിടയിൽ ഏറെക്കുറെ 6 അല്ലെങ്കിൽ 7 സ്ഫോടനം നടന്നിട്ടുണ്ട്. അത് ഒരുപക്ഷെ സാങ്കേതിക തകരാറ് മുഖാന്തരമോ അതല്ലെങ്കിൽ മറ്റ് തീപിടുത്തമോ ഇനി മൂന്നാമത്തെ ഒരു ഭാഗം പറയുന്ന സമയത്ത് ശത്രുവിൻ്റെ ആക്രമണത്താലോ ആയിരിക്കാം എന്നാണ് അനുമാനം. എന്നാൽ ശത്രുവിൻ്റെ ആക്രമണത്താലാണ് എന്നുള്ള അനുമാനം പിന്നീട് നിഷേധിക്കപ്പെട്ടു. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അവകാശവും ഒരു രാജ്യവും അല്ലെങ്കിൽ ഒരു വിഭാഗവും പറയുന്നില്ല എന്നതിനാൽ മറ്റേതെങ്കിലും സാങ്കേതിക തകരാറ് മൂലമാണ് സ്ഫോടനം നടന്നത് എന്നാണ് അനുമാനിക്കുന്നത്. ജബൽ അലി എന്ന് പറഞ്ഞാൽ സംബന്ധിച്ചിടത്തോളം അവിടെ ഇൻഡസ്ട്രിയൽ സാമ്പത്തികമായി വലിയ അഭിവൃദ്ധിയുള്ള ഏരിയയും മേഖലയുമാണ്. ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സ്ഫോടനം നടന്നത്. ആ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പോൾ വലിയ രീതിയിൽ നിലനിൽക്കുന്നത് എന്ന് ചുരുക്കം. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത്, ഒരു സ്ഫോടനമോ ഒരു ആക്രമണമോ നടന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും. അമേരിക്ക നടത്തുകയാണെങ്കിൽ തങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് എന്ന് അമേരിക്ക പറയും, തിരിച്ച് ഇറാൻ ആക്രമിച്ചാൽ അവരും അത് പറയും. ഇപ്പോൾ ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് 7 കപ്പലെങ്കിലും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഹൂത്തികൾ സ്ഥിരീകരിച്ചു. അതിൽ 5 കപ്പലെങ്കിലും സൗദിയുടേതോ സൗദിയുടെ ഫ്ലാഗ് പതിച്ചതോ അല്ലെങ്കിൽ സൗദി രാജ്യത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടതോ ആണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്നിട്ടും ഇവിടെ ആയിട്ട് ബന്ധപ്പെട്ട ഈ സ്ഫോടനം നടന്നു എന്ന് പറയുന്ന അല്ലെങ്കിൽ തീപിടുത്തം ഉണ്ടായി എന്ന് പറയുന്ന ഏരിയയിലെ ഉത്തരവാദിത്തം ഹൂത്തികൾ ഏറ്റെടുത്തിട്ടില്ല, ഇറാൻ പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല, ഇപ്പോഴത്തെ നിലവിലുള്ള സംഘർഷാവസ്ഥയിൽ കക്ഷിയേ അല്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇല്ലാത്തൊരു രാജ്യത്തെ ശത്രുവായിട്ട് വരുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഒരിക്കൽ പോലും ഇപ്പോഴത്തെ നിലവിൽ സ്ഥിതിയിൽ ഒരു രാജ്യവും ചെയ്യില്ല. അപ്പോൾ ഇപ്പോൾ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന ആരും തമ്മിലാണ്? സൗദി അറേബ്യയും ഹൂത്തികളും തമ്മിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അത് ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് സൗദി അറേബ്യയുടെ കപ്പൽ പോകുന്ന സമയത്ത് അത് ആക്രമിക്കുമെന്ന് ഹൂത്തികൾ പറയുകയും 2-ലധികം കപ്പലിനെ ആക്രമിക്കുകയും ഇപ്പോൾ ഇന്നത്തേത് നോക്കുന്ന സമയത്ത് 5 കപ്പൽ വേറെയും ആക്രമിച്ചു. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ഡസനിലധികം കപ്പലിനെയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ആക്രമണം നടത്തിയത്. ഇത് സൗദി അറേബ്യ സ്ഥിരീകരിച്ചതാണ്. ഹൂത്തികൾ അത് തങ്ങളാണ് ചെയ്തത് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ആക്രമണത്തിൻ്റെ രീതി കാര്യങ്ങളൊക്കെ പോകുന്നത്. എന്തുകൊണ്ട് ചെങ്കടലിൽ ഹൂത്തികൾ ആക്രമിക്കുന്നു എന്നതിനെക്കുറിച്ച് ഒരു വിശദീകരണക്കുറിപ്പ് യമൻ്റെ പത്രം റിപ്പോർട്ടായിട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. അവർ പറയുന്നു, തങ്ങളുടെ തലസ്ഥാനമായിരിക്കുന്ന സന്ന കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ്റെ വിമാനങ്ങൾ എത്തിയ സമയത്ത് അതിനെ ഈ എയർപോർട്ടിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത വിധം ആകാശത്ത് സൗദി അറേബ്യയുടെ സൈനികരും അതോടൊപ്പം തന്നെ അവരുടെ വിമാനങ്ങളും ഉപരോധം സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. സൗദി അറേബ്യ പറയുന്ന കാര്യം ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സഭയുടെ നേതൃത്വത്തിലാണ് 8 വർഷത്തോളം ഉണ്ടായിരിക്കുന്ന ഹൂത്തികളും സൗദി അറേബ്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുന്ന സമയത്ത് ആകാശ ഉപരോധം ഏർപ്പെടുത്തിയത് ആണ്. അവിടെ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്വം സൗദി അറേബ്യക്കുണ്ട്. ആ പ്രവൃത്തിയാണ് സൗദി അറേബ്യ ചെയ്തത്. അല്ലാതെ ശത്രുവായി കണ്ട് ആക്രമിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല എന്ന് അവരതിന് വിശദീകരണം കൊടുത്തു. എന്നാൽ ഹൂത്തികൾ പറഞ്ഞ് നേരെ തിരിച്ചാൽ തങ്ങളുടെ രാജ്യത്തേക്കാണ് വരുന്നത്, അത് പ്രതിരോധിക്കാൻ വേണ്ടി അവർക്ക് അവകാശമില്ല, തങ്ങളുടെ ആകാശത്തിൽ നിന്നാണ് ആ പ്രവൃത്തി നടത്തിയത് എന്ന്. അതോടുകൂടിയിട്ടാണ് അവർ തമ്മിൽ വിഷയങ്ങൾ ഉണ്ടാകുന്നത്. അത് പിന്നെ ചെങ്കടലിലേക്ക് എത്തുന്നു. ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങുന്നു. ഇവിടെ ഫ്രീ ആണ്. ഇതിൽ കക്ഷിയല്ല. ആകാശത്ത് ആക്രമണത്തെ പ്രതിരോധിച്ചും ആകാശത്ത് വിമാനത്തെ പ്രതിരോധിച്ചതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും ഇതിൽ കക്ഷിയല്ല. കക്ഷിയല്ലാത്ത ഒരിക്കലും ഹൂത്തികൾ ആക്രമിക്കില്ല, ഇറാനും ആക്രമിക്കില്ല. ആക്രമിച്ചിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും അവർ പറയുകയും ചെയ്യും. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, അരാംകോ കേന്ദ്രീകരിച്ച് 2-ലധികം ആക്രമണം നടന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ മാസം, ഒരു 1.5 മാസത്തോളം ഏറെക്കുറെ. അപ്പോൾ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്.
അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിൽ യുദ്ധം നടക്കുന്ന സമയമാണ്. അത് അമേരിക്കയും ഇറാനും തമ്മിൽ നേർക്കുനേരെ ആക്രമണം നടക്കുന്നു. പ്രത്യാക്രമണമായിട്ട് അറേബ്യൻ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടൊരു ആക്രമണം തിരിച്ചടിക്കുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നടക്കുന്നതോടനുബന്ധിച്ച് അറാംകോയിൽ തീപിടുത്തം ഉണ്ടാകുന്നു. 4 മിസൈലെങ്കിലും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വന്നു എന്നുള്ളതും 2 മിസൈലിനെ സൗദി അറേബ്യ പ്രതിരോധിച്ചു എന്നുള്ളതും, ഒരു മിസൈൽ ഏതോ തരത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ച് വീണ് പൊട്ടി, ഒരു മിസൈൽ ഏറെക്കുറെ പകുതി തകർത്തു, പകുതി വീണു, അല്ലെങ്കിൽ ചെതറിപ്പോയി എന്നൊക്കെയാണ് അതും പറയുന്നത്. അപ്പോൾ അവിടെ ഒരു വിഷയം വരുന്നത്, വലിയ പ്രാധാന്യ വാർത്തയോട് കൂടിയിട്ട് സോഷ്യൽ മീഡിയയിലാണെങ്കിലും അതിൻ്റെ വലിയ പ്രാധാന്യമുള്ള വാർത്ത തന്നെയാണ് വന്നത്. ഇറാൻ സൗദി അറേബ്യയിലെ അരാംകോ എന്ന് പറയുന്ന പെട്രോൾ കെമിക്കൽ മേഖലയെ ആക്രമിച്ചു. സാമ്പത്തിക മേഖലയിലെ ഏറ്റവും വലിയ അടിയായിരിക്കും അത് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം. ലോകത്ത് ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് സൗദി അറേബ്യ. അവരുടെ ഏറ്റവും വലിയ മേഖല എന്ന് പറയുന്നത് അരാംകോ മേഖലയാണ്. ഈ അരാംകോ മേഖലയ്ക്ക് നേരെയാണ് ആക്രമണം നടന്നത്. ഇറാൻ പ്രതികരിച്ചത് വളരെ രസകരമായ രീതിയിലാണ്. ഞങ്ങൾക്ക് അരാംകോ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പങ്കുമില്ല, ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല, തങ്ങൾ ഈ സൗദി അറേബ്യയുടെ ഈ മേഖല ആക്രമിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല, തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മേഖല ആക്രമിച്ചത് കൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു ഗുണം ഉണ്ടാവുകയില്ല. അമേരിക്കയുടെ സൈനിക ബേസോ അല്ലെങ്കിൽ അമേരിക്കയുടെ സൈനിക താവളത്തിന് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത കർജ് പോലെയുള്ള മേഖല കേന്ദ്രീകരിച്ചോ തങ്ങൾ ആക്രമിച്ചാൽ അതൊക്കെ. തങ്ങളത് ആക്രമിച്ചിട്ടുണ്ട്, ഇനിയും ആക്രമിക്കും. അവിടെ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് വിമാനത്തിൽ തീപിടിച്ചിട്ടുണ്ട്. F-35 യുദ്ധവിമാനത്തിൽ പോലും സൗദി അറേബ്യയുടെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തീപിടുത്തം നടന്നതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നാണ്. അതോടനുബന്ധിച്ച് അതിനെല്ലാ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അറാംകോ ആക്രമിച്ചതിന് ഉത്തരവാദിത്തം ഇറാൻ ഏറ്റെടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ അത് ആരാണ്? സൗദി അറേബ്യയുടെ മേഖലയിൽ അന്വേഷണം തുടങ്ങി, അമേരിക്കയുടെ രീതിയിൽ അന്വേഷണം തുടങ്ങി, ഏറെക്കുറെ കുറച്ചെങ്കിലും ഇറാനും അന്വേഷിച്ചു. ഇസ്രായേലാണ് അതിൻ്റെ പിന്നിൽ എന്ന് ചില റിപ്പോർട്ടുകൾ, ചില പ്രാദേശിക റിപ്പോർട്ടുകൾ പുറത്തുവിട്ടു. അതിൻ്റെ പിന്നാമ്പുറം പ്രവർത്തിച്ചത് ഇസ്രായേലാണ്. പരസ്യമായ രീതിയിൽ ഒരു രാജ്യം അത് പറഞ്ഞിട്ടില്ല. അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വളരെ ഔദ്യോഗികപരമായ രീതിയിൽ ഇപ്പോഴും ആരും പുറത്തു വിട്ടിട്ടില്ല. അപ്പോൾ ഈ മേഖല സംഘർഷപൂരിതമായിരിക്കുന്ന മേഖലയാക്കി മാറ്റിയിട്ട് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇറാന് നേരെ നേരിട്ടുള്ള ആക്രമണം നടത്തുകയും സാമ്പത്തിക സ്രോതസ് സൗദി അറേബ്യൻ രാജ്യങ്ങളുടെ തകരുകയും സൈനിക ശക്തി ഇറാൻ്റേത് തകരുകയും ചെയ്യുന്നതോടുകൂടി മിഡിൽ ഈസ്റ്റിലെ എല്ലാ കാലത്തെയും കിങ് മേക്കറായിട്ട് ഇസ്രായേലിന് മാറാൻ വേണ്ടി സാധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള കുരുട്ട് പ്രയോഗമാണ് ഇസ്രായേൽ നടത്തിയത് എന്ന് പ്രാദേശിക റിപ്പോർട്ടുകൾ അന്ന് തന്നെ പുറത്തു വന്നതാണ്. ഖത്തറിന് നേരെ ആക്രമണം നടന്നതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് രണ്ടാമത് സമാനമായിരിക്കും സ്ഥിതി ഉണ്ടായി. ഖത്തറിലുള്ള അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്, അത് സ്ഥിരീകരിക്കപ്പെട്ടു. എന്നാൽ കുടിവെള്ള സ്രോതസ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം ഖത്തറിന് നേരെ വന്നിട്ടുണ്ട്. അത് 2 മിസൈൽ വന്നു. ഒരു മിസൈൽ തകർക്കാൻ വേണ്ടി സാധിച്ചു. ഒരു മിസൈലിൻ്റെ ചീളുകൾ ചെതറിത്തെറിച്ചുകൊണ്ട് ചില ഭാഗങ്ങളിൽ തീപിടുത്തമുണ്ടായി. വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ അതുമായി ബന്ധപ്പെട്ട് ഇറാൻ്റെ പേരിൽ അത് ആരോപിച്ചു. ഇറാൻ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരണം നടത്തി. തങ്ങൾക്ക് ഖത്തറിലെ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് നടത്തിയ ആക്രമണത്തിൽ ഒരു പങ്കുമില്ല. അപ്പോൾ പിന്നെ അവിടെ പ്രശ്നമായി. ഇറാൻ ആണ് എന്ന് പറഞ്ഞ വിഷയം അവസാനിച്ചു. ഇറാൻ അല്ല എന്ന് പറയുന്ന സമയത്ത് ആരാണ് എന്ന് കണ്ടെത്തൽ രാജ്യത്തിൻ്റെ കടമയായി. അങ്ങനെ ഖത്തർ അത് അന്വേഷണം നടത്തിയിട്ടുണ്ട്, അമേരിക്ക അന്വേഷണം നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ അതും ഇസ്രായേലാണ് ആക്രമിച്ചത് എന്ന് സംശയിക്കപ്പെട്ടിട്ടുണ്ട്. ഔദ്യോഗികപരമായ രീതിയിൽ പ്രഖ്യാപനം നടത്താത്തത് യുദ്ധത്തിൻ്റെ അവസ്ഥകൾക്കും സാഹചര്യങ്ങൾക്കും വലിയ മാറ്റങ്ങൾ വരും. മറ്റൊരു തരത്തിലേക്ക് ഈ കാര്യങ്ങൾ നീങ്ങിപ്പോകും. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം പറയാതിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ജബൽ അലിയുമായിട്ട് സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു രൂപം ഉണ്ടാവില്ല എന്ന് പറയാനൊന്നും പറ്റില്ല. അത് ആക്രമണമാണെങ്കിൽ സ്ഫോടനം പൊട്ടിത്തെറികളും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. അത് സാങ്കേതിക തകരാറായിട്ട് വരാനാണ് സാധ്യത എന്ന് വിലയിരുത്തുന്നു. അപ്പോൾ കൊട്ടിഘോഷിക്കുന്ന തരത്തിൽ ഇറാൻ്റെ മേഖലയിൽ നിന്ന് ഒരു ആക്രമണം UAEക്ക് നേരെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉണ്ടായിട്ടില്ല, ഹൂത്തികളുടെ മേഖലയിൽ നിന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ അവരല്ലെങ്കിൽ പിന്നെ ഒന്നുകിൽ അത് അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ ആവാൻ സാധ്യതയുണ്ട്. അതുമല്ലെങ്കിൽ സാങ്കേതിക തകരാറോ മറ്റേതെങ്കിലും തീപിടുത്തങ്ങളോ ഷോർട്ട് സർക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളോ ആവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്.
അതല്ലാത്ത രീതിയിൽ വലിയ തീപിടുത്തങ്ങൾ ഉണ്ടായി, മഹാസംഭവങ്ങൾ നടന്നു. UAE-യുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രശ്നമാണ്. അങ്ങനെയൊന്നുമില്ല അവിടെ. അവിടെ ഒരു പൊട്ടിത്തെറികൾ നടന്നിട്ടുണ്ട്. സാധാരണ ഇതിൽ കെമിക്കൽ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും ഇൻഡസ്ട്രിയൽ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും അങ്ങനെ ഉണ്ടാവാറുണ്ട്, നമ്മുടെ നാട്ടിൽ ഉണ്ടാവാറുണ്ട്. ഷോർട്ട് കട്ട് എടുത്ത് ഈ കോഴിക്കോട് മുട്ടായി തെരുവ് അപ്പാടെ തന്നെ കത്തിപ്പോയിട്ടുണ്ട്. എത്രാനും കോടി ഉറുപ്പിയുടെ നഷ്ടം ഉണ്ടായത്. എന്താ സംഭവം? കറണ്ടിൻ്റെ ഷോർട്ട് കൂട്ടാണ്. അതിൻ്റെ വയറിന് തീപിടിച്ചു, ഫ്യൂസിന് തീപിടിച്ചു, മേസിച്ച് അവിടെ പൊട്ടിത്തെറിച്ചു. തൊട്ടടുത്തേക്ക് അതിൻ്റെ തീകരണങ്ങൾ പാഞ്ഞു, അതിൻ്റെ അപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് പാഞ്ഞു. അങ്ങനെയാണ് അത് വലിയ തീപിടുത്തമായിട്ട് മാറുന്നു. അത് വലിയ സ്ഫോടനം നടത്തി എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അത്ര തന്നെ യഥാർത്ഥത്തിൽ ജബലലിൽ നടന്ന സംഭവങ്ങൾ ഉള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.